ലിസ്റ്റ് മേക്ക് ചെയ്യാനുള്ളത് മൈനസ്. നിങ്ങൾക്കറിയാം കുറെ ആളുകൾ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അയ്യോ എനിക്ക് ആളില്ല എന്നുള്ളതാണ്. നോൺസെൻസ് ആണത്. നമുക്ക് ആളില്ലാതെ നമ്മൾ എങ്ങനെ ഇവിടെ ഉണ്ടായി? ഒന്നുമില്ല, നമ്മൾ അച്ഛനും അമ്മയില്ലേ? അച്ഛനും അമ്മയ്ക്കും അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാവൂലേ? ഇനി അവർക്ക് എന്തിനും നമുക്ക് ജ്യേഷ്ഠാനുജന്മാരുണ്ടാവൂലേ? ജ്യേഷ്ഠത്തിമാരുണ്ടാവില്ലേ? അവർ കല്യാണം കഴിച്ചവരുണ്ടാവൂലേ? അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ടാവും. നിങ്ങളുടെ അയൽപ്പക്കക്കാരില്ലേ? ഇനി എന്തിന് നമ്മുടെ വീട്ടിൽ മത്സ്യം കൊണ്ടുവരുന്ന, KSEBിയുടെ ബില്ല് കൊണ്ടുവരുന്ന, ഗ്യാസ് കൊണ്ടുവരുന്ന ഇവരൊക്കെ ഒരു സാധ്യതയാണ്. പക്ഷെ നമ്മൾ ആദ്യം പറയുമ്പോൾ തന്നെ പറയും എനിക്കാളില്ല. ഇല്ല, തെറ്റാണ്, അങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം. അവര് നിങ്ങളുടെ ലിസ്റ്റിലുള്ള അല്ലെ നിങ്ങൾ ലിസ്റ്റ് ഇടാത്ത ആളുകളെ അടക്കം അവർ കൊണ്ടുപോകും. അതുകൊണ്ട് എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കരുത്. നിങ്ങളുടെ ഫോണിലുള്ള നമ്പേഴ്സ് എടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ ലിസ്റ്റ് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു 100-200 പേരുടെ ലിസ്റ്റ് ഇടുക മൈഡിയസ്. എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്ലൈനെയും കൂട്ടിയിട്ട് അവരിലേക്ക് പോവുക. അപ്പൊ ഈ ലിസ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ ആളുകൾക്കുള്ള തടസ്സമാണ് ആരെയാ ഇടുക, എങ്ങനെ ഇടുക. അതിനാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ഫോം ആണ്. FRIENDS അങ്ങനെയാണ് വരുന്നത്. സത്യത്തിൽ എഫ് എന്ന് പറയുമ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമുക്ക് ഫ്രണ്ട്സിൽ എടുക്കാം. എഫ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഒരുപാട് ചെറുപ്പകാലം മുതൽ ഇപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും വാട്സപ്പിൽ നമുക്ക് പഴയ കളിക്കൂട്ടുകാരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. സ്കൂൾ പഠിച്ചത് SSLCക്കുള്ളത് വേറെ ഉണ്ടാവും, ഹയർ സെക്കൻഡറിക്കുള്ളത് വേറെ ഉണ്ടാവും, ഡിഗ്രി കോഴ്സുകളുടെ അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ പഠിച്ചു എന്തിന് സ്കൂളിൽ പോകാത്ത പഴയ ആൾക്കാരടക്കം നമ്മൾ ഫാമിലിമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ കുറെ പലതരത്തിലുള്ളതുണ്ട്. പിന്നെ ടൂർ പോകുന്ന ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു സാധ്യത. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് ഇടുക. അത് എത്ര വേണമെങ്കിലും ഇടാം. ഈ റിലേറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ, അമ്മയിൽ നിന്നാണ് നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മയിലൂടെ ബന്ധം തുടങ്ങട്ടെ. അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ആള്, അവരുടെ അച്ഛന്റെ പെങ്ങന്മാരുണ്ടാവും, ജ്യേഷ്ഠന്മാരുണ്ടാവും, അനുജന്മാരുണ്ടാവും, അമ്മയുടെ ജ്യേഷ്ഠത്തിമാരുണ്ടാവും, അനുജത്തിമാരുണ്ടാവും, അവരുടെ മക്കളുണ്ടാവും, മക്കളെ കല്യാണം കഴിച്ച് ഇങ്ങനെ പോകുമ്പോ വലിയൊരു കസ്റ്റമേഴ്സിന്റെ വിങ് അവിടെ ഉണ്ട്. അപ്പൊ ഫാമിലി വരുന്നു, ഒരു ഫസ്റ്റ് ഫ്രണ്ട്സ് വരുന്നു, റിലേറ്റീവ്സ് വരുന്നു, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയേണ്ടത്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചവരുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമ്മളുമായിട്ട് ബന്ധങ്ങളുള്ളവരുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുട്ടി ഒരു സ്കൂളിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടെയുള്ള അവരുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെയുള്ള കുറെ നിങ്ങളുടെ മക്കളുടെ കൂടെയുള്ള ഫ്രണ്ട്സുമാരുടെ ആ ഒരു വിങ് വരണം. അവരുടെ അമ്മമാരായിട്ട് അച്ഛന്മാരായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസ്, നിങ്ങളുടെ ചുറ്റുവട്ടം തന്നെ ഉദ്യോഗസ്ഥരായ ഒത്തിരി ആളുകൾ ഉണ്ടാവും. പിന്നെ നെയ്ബേഴ്സ്, നമ്മുടെ അയൽപ്പക്കാരുണ്ടാവും. അതുപോലെ തന്നെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് റിലേഷൻസും ആവാം, സ്വപ്നങ്ങൾ ഉള്ളവരും ആവാം. ഡിക്ക് 2 രീതിയിൽ എടുക്കാം. ഡ്രീമേഴ്സിനെ എടുക്കാം, ഡിസ്റ്റൻസ് റിലേഷൻസ്. ഈ ഡിസ്റ്റൻസ് റിലേഷൻസിൽ